ബീച്ച് വെഡ്ഡിങ് ഷൂട്ട് ഞങ്ങളുടെ കുറച്ച് നാളത്തെ പ്ലാൻ ആയിരുന്നു. ഈ വെസ്റ്റേൺ വൈറ്റ് ഗൗൺസ് ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനൊരു ഷൂട്ട് എടുക്കുന്ന കാര്യം. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു ഡ്രസ്സിന് ചേർന്ന ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്യാൻ. സോ അതെനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടി. എറണാകുളം കുഴിപ്പള്ളി ബീച്ചിലാണ് ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് രാവിലെ ഇറങ്ങി. കാരണം തിരക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. ഫോട്ടോഗ്രാഫർ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ബീച്ചിലെത്തി. ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കി ഒന്ന് പ്രിപ്പയർ ആകാൻ പറ്റി. ഫോട്ടോഗ്രാഫർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എടുപടിയുന്നായിരുന്നു കാര്യങ്ങൾ. നല്ല വെയിലാവുന്നതിന് മുന്നേയും ആളുകൾ കൂടുന്നതിന് മുന്നേയും നമുക്ക് ഷൂട്ടിംഗ് നിർത്തണം. അതുകൊണ്ട് തന്നെ വീഡിയോയും ഫോട്ടോയും ഒപ്പത്തിനൊപ്പത്തിന് ചെയ്ത് വേഗം തീർത്തു. ഷൂട്ടിന് കൊണ്ടുവന്ന ഹീൽസ് ഒന്നും എനിക്ക് തൊടാനേ പറ്റിയില്ല. പക്ഷേ എന്നാൽ വെഡിങ് ഗൗണിനെല്ലാം ഹീൽസിൻ്റെ ലെങ്തോടെ കൂട്ടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. പക്ഷേ എനിക്ക് ആ ലെങ്ത്ത് കൂടുതൽ കാരണം എനിക്ക് ചപ്പലില്ലാതെ നടന്നിട്ട് കംഫർട്ടബിൾ അല്ലാതെയും തോന്നി. അത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാൻ പറ്റും. ആദ്യത്തെ ഒരു ഹൈനെക്ക് വിത്ത് ഡ്രേപ്പിംഗ് പാറ്റേൺ ആണെങ്കിൽ രണ്ടാമത്തെ ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സിൽ ബെൽ സ്ലീവ് ഒക്കെ കൊടുത്ത് നല്ല ലോങ് ട്രെയിലിൽ ചെയ്ത ഒരു ഔട്ട്ഫിറ്റാണ് വെയർ ചെയ്തേക്കുന്നത്. വെഡ്ഡിങ് വൈറ്റ് ഗൗൺസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ജസ്റ്റ് ട്രയൽ ചെയ്യാനാണെങ്കിലും നമ്മളൊന്ന് വെയർ ചെയ്താൽ നമ്മളൊരു ബ്രൈഡായ പോലെ അല്ലെങ്കിൽ നമുക്കൊരു വെഡ്ഡിങ് ഡേയിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും അല്ലേ? ഞാനീ പറയുന്ന കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതുകൊണ്ടായിരിക്കും നമ്മൾ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സിന് അല്ലെങ്കിൽ നമ്മൾ ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സിന് നമ്മൾ ഡ്രീം ഡ്രസ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിയാണോ? എനിവേസ് നമ്മൾ വിചാരിച്ച സമയത്തേക്കാളും നേരത്തെ നമുക്ക് ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്യാൻ പറ്റി.